ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിവ്യൂ ആണ്. അഡിയോസ് അമിഗോ സിനിമ കണ്ടുവന്നിരിക്കുകയാണ്. സിനിമ ഒരു സ്പെഷ്യൽ സാധനമാണ്. ഒരു റോഡ് മൂവിയാണ്, പക്ക റോഡ് മൂവി. ഒരു റൂട്ടിൽ നിന്ന് തുടങ്ങി മറ്റൊരു റൂട്ടിൽ അവസാനിക്കുന്ന ഒരു സൗഹൃദത്തിൻ്റെ കഥ. അതായത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടും ആസിഫ് അലിയും പ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള ഒരു സിനിമയാണ്. ഇവർ രണ്ടുപേരും അപരിചിതരാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആസിഫ് അലിയുടെ ക്യാരക്ടറാണ് അല്ലേ, ഒരു രക്ഷയിലാട്ടോ, ഗംഭീര ക്യാരക്ടറാണ്. ഒരു സ്പെഷ്യൽ ഐറ്റം. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനമാണ് ആ ക്യാരക്ടർ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാം, അയാൾ കഥ എഴുതുകയാണ്, മോഹൻലാലിന്റെ ക്യാരക്ടർ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആസിഫിന് നല്ല ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അതായത് രണ്ടും രണ്ട് രീതിയിലുള്ള ക്യാരക്ടറാണ്. വെള്ളം അടിച്ച് നടക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടെന്നുള്ളൂ. കാരണം ഇതിലൊരു ഈ ക്യാരക്ടർ ഹാഫ് ടൈം വരെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, എന്തൊക്കെയോ ചില സസ്പെൻസുകൾ വരാനുണ്ട് എന്നുള്ളത് തോന്നും. പക്ഷെ അതില്ല എന്നുള്ളതാണ് പിന്നെ സംഭവിക്കുന്ന കാര്യം. പക്ഷെ അതുവരെ ആ തോന്നുന്നത് വരെ ആ ക്യാരക്ടർ വളരെ സ്പെഷ്യലായിരുന്നു. കാരണം ഭയങ്കര പോസിറ്റീവ് വൈബുള്ള, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ, ഒരു മാലാഖയെ പോലെ തോന്നുന്ന, എല്ലാവരെയും സഹായിക്കാനായിട്ട് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ അതിനുശേഷം ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ക്യാരക്ടറായി മാറി സെക്കൻഡ് ഹാഫിലേക്ക്. അങ്ങനത്തെ ഒരു വൈബിലേക്ക് ആ സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞാൽ തുടക്കം കുറച്ച് കുഴപ്പമില്ല, പിന്നെ അങ്ങോട്ട് നമുക്ക് തന്നെ തോന്നുന്നു ഇങ്ങേരിത് എന്ത് കാണിച്ചു കൂട്ടുന്നത്, അങ്ങനെ തോന്നുന്നു. അങ്ങനത്തെ ഒരു മൈൻഡിലോട്ട് കൊണ്ടുപോവാണ് ആ ക്യാരക്ടറിനെ. അതേപോലെ തന്നെ കേട്ടോ സുരാജിന്റെ ക്യാരക്ടറും നല്ല അടിപൊളി ഒരു ക്യാരക്ടറാണ്. ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ. അതെ. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമ്മൾ കുറെ കണ്ടിട്ടുള്ളതാണ്. സുരാജിന്റെ ക്യാരക്ടർ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള നാഗേന്ദ്രൻസ് ഹണിമൂൺസ്, ആ വെബ് സീരീസിൽ ആളുടെ മൊത്തം പരിപാടി ഇത് തന്നെയാണ്. അതായത് ഏതെങ്കിലും ഒരു ആളിൽ നിന്ന് അപമാനം നേരിടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കുത്തുവാക്ക്, അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ ഇടുന്നൊരു സംഭവമുണ്ട്. അങ്ങനെ ഒരു പറഞ്ഞു തരാൻ അറിയില്ല, അങ്ങനത്തെ ഒരു നൃത്തമുണ്ട്. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് സുരാജ് വെഞ്ഞാറമൂട് ലാസ്റ്റായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളില്ലേ, അതിലെല്ലാത്തിലും ആ സംഭവം ഉണ്ടാവും. അതൊരു സത്യമാണ്. അത് ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റുന്നത്. അതായത് അതേ കഥാപാത്രം തന്നെയാണ് ഇതും, പേര് മാത്രമേ മാറ്റം വരുന്നുള്ളൂ, ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസകരമായിട്ട് തോന്നിയതാട്ടോ അത് സംഭവം. അതായത് രണ്ടുപേരും കണ്ടുമുട്ടുന്ന ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. തമ്മില് പേരറിയില്ല, ഒരാൾ ബോസ് എന്ന് വിളിക്കുന്നു, ഒരാൾ കൂട്ടുകാരാന്ന് വിളിക്കുന്നു. എന്നിട്ട് അവർ ഒരുമിച്ചൊരു യാത്ര പോവാണ്. ആ യാത്ര അവസാനിക്കുന്നിടത്ത് സിനിമയും തീരുവാണ്. പക്ഷെ അതൊരു ഭയങ്കര രസമുള്ളൊരു തുടക്കമൊക്കെ ആയിരുന്നു. അതായത് ഹാഫ് ടൈം വരെ നമ്മളെ ഭയങ്കരമായിട്ട് രസകരമായിട്ട്, അതായത് ആസിഫ് അലിയുടെ ക്യാരക്ടർ ആണെങ്കിലും ഗംഭീരമായിട്ട് ആള് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലുള്ള ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടറുകൾ തമ്മിലുള്ള, അതായത് ഇവർ ചതിക്കുമോ, ഇവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ വലിയ എന്തൊക്കെ നിഗൂഢതകൾ ഇതിലുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആ രീതിയിൽ തന്നെ കണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ സിനിമയുടെ ഗ്രാഫ് ഉയരുന്നില്ല. അതായത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വരുമെന്ന് തോന്നിപ്പിച്ച് എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്. ശരിക്കും പറഞ്ഞാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരേ റേഞ്ചിൽ പോവാണ്. അതായത് ഒരു കയറ്റിറക്കം എന്ന് പറഞ്ഞൊരു സാധനം, അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല, ഒരേ റേഞ്ചിൽ പോവാണ്. അതായത് പ്രത്യേക സിറ്റുവേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ചിലത് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് സിനിമക്ക് പ്രത്യേക ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ നായികയെ കാണിച്ചതിന് ശേഷമുള്ള സീന് മുതൽ വെറുതെയാണ്, കുറേ സംഭവങ്ങൾ വെറുതെ വലിപ്പിക്കുന്നത്. പിന്നെ അങ്ങോട്ട് കുറച്ച് ഇമോഷണലി നമുക്ക് കുറച്ച് കണക്ട് ചെയ്യും. പിന്നെ അങ്ങോട്ട് എന്തിനാണ് ഇത് ഇത്രയും നീട്ടിക്കൊണ്ട് പോണേ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ വലിച്ച് നീട്ടിക്കൊണ്ടുപോയി. കാരണം ഇവർക്കുള്ള ലക്ഷ്യം രണ്ടുപേർക്കുള്ളത് ആൾറെഡി റിവീൽ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം മറ്റെന്തെങ്കിലും ഒരു സംഭവം വരണം, അത് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. എന്തായാലും ആസിഫ് അലിയുടെ പെർഫോമൻസ് വേറെ ലെവലാണ്. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. കാരണം അത്രത്തോളം പിടിച്ചു ചെയ്യേണ്ട സാധനമാണ്. അതങ്ങനെ എല്ലാവർക്കും പെട്ടെന്ന് കയ്യൊതുക്കം ഉണ്ടാവൂല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അഴിഞ്ഞാട്ടാണ്. അതെ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ഭയങ്കര വെള്ളം അടിച്ചിട്ട് അത്ര കിക്കായിട്ടുള്ളത് വരണം. അതേ സമയത്ത് ചില സമയത്ത് എന്നാ അതിനൊന്നും ഇല്ലാണ്ട്, എന്നാ പൂസുണ്ടോന്ന് ചോദിച്ചാൽ പൂസുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു സാധനം. പിന്നെ നിസ്സഹായാവസ്ഥ ഉണ്ട്. പിന്നെ ആളുടെ ക്യാരക്ടർ ചില ഇമോഷൻ സംഭവങ്ങൾ പറയുന്നുണ്ട്. ആ സമയങ്ങളിലുള്ള ആളുടെ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലാ. ഭയങ്കര കയ്യൊതുക്കമുള്ളൊരു നടനാണ്. എപ്പോഴും നമ്മളിങ്ങനെ ഓരോ സിനിമ കാണുമ്പോൾ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ സ്ക്രിപ്റ്റും കൂടി സെലക്ട് ചെയ്യുന്ന ഒന്ന് ഗംഭീരാക്കിയിട്ടുണ്ടെങ്കിൽ ഏത് റേഞ്ച് ആയിരിക്കും എന്നറിയാം. അതായത് ഇങ്ങേർക്ക് എന്തുകൊണ്ടാണ് ഹേറ്റേഴ്സ് ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്
സത്യം. അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റും ആളുടെ അഭിനയം. ഏതൊരാളും കണ്ണും പൂട്ടി പറയും ഏതാ നടൻ, ഏതാ എന്താ രസം, കണ്ടിരിക്കാൻ തന്നെ ഭയങ്കര രസം, അജാതി പെർഫോമൻസ് ആണ്. എന്തായാലും സിനിമയിൽ 1-2 സീനിലായിട്ട് വന്നു പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അൽത്താഫിന്റെ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഷൈൻ ടോം ചാക്കോ ആദ്യം മുതലേ ആളുണ്ട് ഫോണിൽ, പക്ഷെ ആള് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. കയ്യിൽ നിന്ന് അതായത് ഡയലോഗിന് ആവശ്യമായ ആക്ഷൻസ് ഒന്നും അല്ല ആളുണ്ട്, എത്രയോ 100 കണക്കിന് ആക്ഷൻസ് ഒരേ സമയത്ത് ഇങ്ങനെ വാരി എറിയുന്നുണ്ട്. എന്താന്നറിയില്ല, ആള് നീ എവിടെയാടാന്ന് ചോദിക്കുന്ന ഒരു ദേഷ്യപ്പെട്ട് നീ എവിടെയാടാന്ന് ചോദിക്കൂലേ, അതിന് വരെ ആളിടുന്ന ആക്ഷൻ കണ്ടാണ്ടല്ലോ ഇങ്ങനെ ഇത് പൈസ കൊടുക്കുന്നതിന് ഒരു 150 ഇരട്ടിയെങ്കിലും മുതലാവുന്നുണ്ട് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും. അജാതി ആക്ഷൻസാ, ഒതുക്കല്ല, ഒരു കയ്യൊതുക്കും ഇല്ലാണ്ട് ആളെന്തൊക്കെയോ കാണിച്ചങ്ങ് പോവാണ്. പിന്നെ ഷൈൻ ടോം ചാക്കോ ചെയ്യണം എന്ന് നിർബന്ധമുള്ളൊരു കഥാപാത്രം എന്നല്ല, സത്യമുണ്ടോ, അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നല്ലൊരു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അത് ഒന്നും കൂടി ഒരു നല്ലതായെന്ന് തോന്നുന്നു. കുറച്ച് ഒതുക്കം വരുമായിരുന്നു. ആ സമയങ്ങളിൽ ഭയങ്കര വെറുപ്പിക്കലാണ് ആ കഥാപാത്രങ്ങൾ. ആ കഥാപാത്രം മാത്രമല്ല വേറെ കുറെ കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. നന്ദു ഉണ്ട്, പിന്നെ അനഘയുണ്ട്, അനഘയാണ് നായികയായിട്ട് വരുന്നത്, 2 സീനൊക്കെ ഉള്ളൂ. പിന്നെ റാഫി ഉണ്ട്, ഗണപതി ഉണ്ട്, മുത്തുമണി, പിന്നെ ജിനു ജോസഫ്, പിന്നെയുണ്ടല്ലോ പിന്നെ അജു വർഗീസ് ഉണ്ട് സൗണ്ടില്. അപ്പൊ അങ്ങനെ ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട്. പക്ഷെ ഇവരൊക്കെ ഒരു സീന് അല്ലെങ്കിൽ 2 സീനിലൊക്കെ ഉള്ളൂ. ഫുൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും പെർഫോമൻസ് ആണ്. ശരിക്കും ആസിഫ് അലിയും സുരാജിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പെർഫോമൻസ് ഇങ്ങനെ കണ്ടിരിക്കാം ലാസ്റ്റ് വരെ. ശരിക്കും സിനിമയുടെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ അങ്ങ് ലാഗാണ്. ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനീത് തട്ടിലിനെ കാണിക്കുന്ന ഒരു സമയം മുതൽ സിനിമ ഇത് എങ്ങോട്ടേ പോണേന്നുള്ളതിലേക്ക് പോവാണ്. നമ്മൾ വന്നിട്ട് നമുക്ക് തന്നെ തോന്നിപ്പോ ഇത് എങ്ങോട്ടേ ഇവര് കൊണ്ടുപോണേ. എനിക്ക് ഫസ്റ്റ് ഹാഫില് ഇവര് ബസ്സിൽ നിന്ന് ഇറങ്ങൂലേ ഒരു ബീച്ചിന്റെ അവിടെ നിന്ന് മുതല് സംഭവം ഇത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു, പക്ഷെ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല സിനിമ. അതാണ് സത്യം. അതായത് നമ്മൾ ഈ ഹാഫ് ടൈം വരെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഹാഫ് ടൈമിന് ശേഷം ഈ സ്ക്രിപ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്, ഒരു കയറ്റം അവിടുന്ന് വരാനുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും അതേ ലെവലിൽ തന്നെയാണ് സിനിമ പോകുന്നത്. അതിപ്പോ നിങ്ങൾ ചോദിച്ചേക്കാം അതെന്താണ് എന്നുള്ളത്. വേണമെങ്കിൽ ഇങ്ങനെ കരുതാം, രണ്ടുപേരും അപരിചിതരായിട്ടുള്ള 2 കഥാപാത്രങ്ങളാണ്, 2 പേർക്കും ഓരോ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ നടന്നേക്കാം എന്ന് തോന്നിപ്പിച്ച ചില ഘട്ടങ്ങളുണ്ട്, പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല. കൂളായിട്ട് നേരെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് കഥ പറയുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ഒരു പോലീസ് പിടിക്കുന്ന സീനുണ്ട്. ആ സമയത്ത് നമുക്ക് തോന്നും ഈ കഥാപാത്രം എന്തോ സംഭവമാണ്, പക്ഷെ അതും ഇല്ല. അതും ഒരു സിമ്പിളാക്കി ഈ നേർരേഖയിൽ തന്നെ കയറും. അങ്ങനെ അത് കടന്നു പോവുകയാണ്. അങ്ങനെ ലാസ്റ്റ് വരെ ഒരു മാറ്റം ഇല്ലാതെ അങ്ങനെ തുടർന്ന് പോകുമ്പോഴുള്ളൊരു ലാഗാണ് പ്രശ്നം. എന്തായാലും ആ ഒരു കുറച്ച് ഭാഗങ്ങളൊന്ന് ഡ്രിം ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി എൻഗേജ് ആയിട്ട് തോന്നിയിരുന്നു അവിടെ. ആ ഒരേ ലെവലിൽ തന്നെ ആണെങ്കിൽ പോലും ഒന്നുകൂടി ഒരു രസം ഉണ്ടായിരുന്നു സിനിമ തോന്നിപ്പോയി. എന്താണെങ്കിലും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നഹാസാണ്. കുഴപ്പമില്ലാത്തൊരു സാധനം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ വലിയ സംഭവം എന്ന് പറയാൻ പറ്റില്ല. ആൾക്ക് പ്രത്യേകിച്ച് ഇതിനെ ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റില് ഇതിനെ ഇനി ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് പ്രശ്നം. ഇതിന്റെ മാക്സിമം ആണ്. അതിപ്പോ എഡിറ്റിംഗിലായാലും മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കില് ഗോപി സുന്ദറും ജെയ്ക്സ് ബിജോയി ആണ്, 2 പേരും കൂടി ഒരുമിച്ചാണ്. പിന്നെ അതിൽ ഒരു സോങ് ഉണ്ട്, തുടക്കത്തിൽ എഴുതി കാണിക്കുന്ന സോങ് ഭയങ്കര വൈബുണ്ട്. അത് അടിപൊളിയായിരുന്നു. പിന്നെ അതിനുശേഷം വേറെ സോങ് വരുന്നുണ്ട്, അത് പക്ക ഭീഷ്മോറോം സിനിമയിലെ പർദീസ സോങ് പോലെ ഫീൽ ചെയ്തു. പിന്നെ സിനിമാറ്റോഗ്രാഫിയും കൊണ്ട് ഒക്കെ വേറെ ലെവൽ തന്നെയായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ജിംഷി ഖാലിദാണ് ചെയ്തിട്ടുള്ളത്. എഡിറ്റിംഗ് നിഷാദ് യൂസഫ്. ആളെയൊക്കെ മാക്സിമം ആള് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു സ്ക്രിപ്റ്റിന്റെ പോരായ്മ തന്നെയാണ് ആ സെക്കൻഡ് ഹാഫിലേക്ക് അങ്ങനെ ആയി പോയതെന്ന്. വേറെ ഏത് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന സിനിമയായിരുന്നു. നല്ല കഥാപാത്രം, ആ കഥാപാത്രങ്ങളെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന രീതി തുടക്കത്തിലൊക്കെ അതൊക്കെ ഗംഭീരമാണ്. നമ്മൾ ആ സിനിമയിലേക്ക് കയറി ഇന്നാവും, പക്ഷെ അതിന് ശേഷം പുറത്ത് ചാടുകയാണ്. അതാണ് പ്രശ്നം. അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ എന്താണെങ്കിലും നമുക്ക് കണ്ടിട്ട് നമുക്കൊരു ആവറേജ് സിനിമയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. നമ്മുടെ സിനിമയുടെ റേറ്റിംഗ് 10/5. യെസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.